നമ്മുടെ ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് വയലാർ അവാർഡ്. അപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് സാഹിത്യ പുരസ്കാരങ്ങളുണ്ട്. അത് നമ്മൾ പത്രങ്ങൾ വായിക്കുന്നവർക്ക് മനസ്സിലാവും. പത്രങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് കാണുക ഇങ്ങനെ പിന്നെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് പല വ്യക്തികളുടെ പേരിൽ, സ്ഥാപനങ്ങളുടെ പേരിൽ ഒക്കെ പിന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ നമ്മുടെ ഭാഷയിലുണ്ട്. പക്ഷേ ഈ പുരസ്കാരങ്ങൾക്കിടയിൽ ഉള്ള പുരസ്കാരങ്ങളുടെ പുരസ്കാരമായിട്ടാണ് ഈ വയലാർ അവാർഡ് അറിയപ്പെടുന്നത്. മിക്കവാറും എല്ലാ എഴുത്തുകാരും മോഹിക്കുന്ന ഒന്നാണിത്. എഴുതി തുടങ്ങുമ്പോൾ തന്നെ ഒരു എഴുത്തുകാരൻ ആഗ്രഹിക്കുന്നതാണ് എന്നെങ്കിലും ഒരിക്കൽ വയലാർ അവാർഡ് ലഭിക്കണമെന്നുള്ളത്. കാരണം അത് വലിയൊരു അംഗീകാരമാണ്. പിന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പുരസ്കാരം വളരെ ജനാധിപത്യപരമായ രീതിയിലാണ് നിശ്ചയിക്കുന്നത്. കാരണം മറ്റ് പല പുരസ്കാരങ്ങളും നമുക്കറിയാം, അത് പുരസ്കാരങ്ങൾ നേരത്തെ തന്നെ നിശ്ചയിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് ഒരാളുടെയോ രണ്ടാളുടെയോ തീരുമാനമായിരിക്കും. ഇപ്പം വയലാർ അവാർഡ് അങ്ങനെയല്ല. 250-300 ആളുകളുടെ അഭിപ്രായം ആദ്യം തന്നെ ആരായിരിക്കും. അതിൽ അവരുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുകയും പിന്നീട് അത് ഒരു ചുരുക്കപ്പട്ടികയിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന വലിയൊരു പ്രക്രിയ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ പുരസ്കാരത്തിന് കൂടുതൽ വിശ്വാസ്യത വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുരസ്കാരങ്ങൾക്ക് എന്നെപ്പോലുള്ള എഴുത്തുകാർ എല്ലാവരും തന്നെ, വായനക്കാരും എല്ലാവരും തന്നെ അതിനൊരു വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പം ഇതുവരെ ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആളുകളുടെ കഥ അന്വേഷിച്ചു കഴിഞ്ഞാൽ എല്ലാം തന്നെ അറിയിക്കുന്നവരാണ്. അപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ളത് ലളിതാംബിക അന്തർജനത്തിനാണ്. അവസാനമായിട്ട് കിട്ടിയിട്ടുള്ളത് സുഭാഷ് ചന്ദ്രനാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും തന്നെ അറിയിക്കുന്നവർക്ക് മാത്രമേ ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ളൂ. അതും ഈ പുരസ്കാരത്തിൻ്റെ വിശ്വാസ്യതയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരു പുരസ്കാരത്തിൻ്റെ മൂല്യം നമ്മൾ നിശ്ചയിക്കുന്നത് അതിൻ്റെ തുകയല്ല. പക്ഷേ വയലാർ അവാർഡിനേക്കാൾ കൂടുതൽ വലിയ സംഖ്യ നൽകുന്ന പുരസ്കാരങ്ങൾ നമ്മുടെ ഭാഷയിലുണ്ടാകാം. പക്ഷേ തുകയല്ല പ്രധാനം എന്നുള്ളത് പുരസ്കാരം എങ്ങനെ നിർണ്ണയിക്കപ്പെടും എന്നുള്ളതാണ്. അതെങ്ങനെ ആളുകൾ എങ്ങനെ ഒരു കൃതി തിരഞ്ഞെടുക്കപ്പെടുന്നുള്ളൂ എന്നുള്ള ആ ഒരു പ്രക്രിയയാണ് പുരസ്കാരത്തെ വളരെയധികം പുരസ്കാരത്തിന് വളരെയധികം വിശ്വസനീയത നൽകുന്നത്. പിന്നെ ഈ പുരസ്കാരം പലപ്പോഴും ഒരു വ്യക്തിക്കല്ല കൊടുക്കുന്നത്, ഒരു പുസ്തകത്തിനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിനാണ് കൊടുക്കുന്നത്. പുസ്തകം ആരെഴുതി എന്നുള്ളത് അപ്രസക്തമാണ്. ഇത് വളരെ മുമ്പ് തന്നെ ഈ പുരസ്കാരം സ്ഥാപിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഭാരവാഹികൾ, ഉത്തരവാദപ്പെട്ടവർ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമാണിത്. അതായത് ഒരു പുസ്തകത്തിനാണ് ഈ അവാർഡ്, അല്ലാതെ ഒരു എഴുത്തുകാരനല്ല എന്നുള്ളത്. അപ്പം ആ ഒരു രീതി ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. ഇപ്പം കുറച്ച് പേരുടെ ഭാഷയും സാഹിത്യത്തെയും സ്നേഹിക്കുന്ന കുറച്ച് പേരുടെ വലിയൊരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഓരോ വർഷവും ഈ പുരസ്കാരം നൽകുന്നത്. അപ്പം അത് നമുക്കൊക്കെ നമ്മുടെ ഭാഷയിലെ എല്ലാ എഴുത്തുകാർക്കും വായനക്കാർക്കും ഒക്കെ അഭിമാനിക്കാവുന്ന ഒരു പുരസ്കാരമാണിത്. അപ്പോൾ എഴുത്തുകാരൻ ഇല്ലാതെയാകും, പുതിയ എഴുത്തുകാർ വരും. അപ്പോൾ ഇന്ന് പഴയ എഴുത്തുകാർക്ക് കൊടുക്കുന്നുണ്ടാകാം, നാളെ പുതിയ എഴുത്തുകാർക്ക് കൊടുക്കുന്നുണ്ടാകും. എങ്ങനെയായാലും ഈ പുരസ്കാരം തുടരട്ടെ. അതിനുവേണ്ടി വായനക്കാരും എഴുത്തുകാരും കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുരസ്കാരത്തിന് ഞാൻ എല്ലാവിധത്തിലുള്ള ആശംസ